ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് റിവ്യൂ ആണ് ദുരന്തർ 2. നമ്മളിന്ന് പ്രത്യേക സെറ്റപ്പിലാട്ടോ റിവ്യൂനൊക്കെ ഇരിക്കുന്നത്. എന്താ ലൈറ്റ് എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഷെയ്ഡ് അല്ല, ഈ മറ്റേ എന്താ പറയാ, ഈ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഫുൾ ലൈറ്റ് ആണ്, ഒന്നും കാണുന്നില്ല. അതാ പറഞ്ഞത്, ഇത്രയും ലൈറ്റ് ഉണ്ടായിട്ട് നമ്മളെ കാണുന്നില്ല, പിന്നെ പകലൊക്കെ എങ്ങനെ കാണാനാ? എന്തായാലും ദുരന്തർ 2 ദ റിവഞ്ച് എങ്ങനെയുണ്ട് അളിയാ സിനിമ? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? അതായത് ദുരന്തർ ഫസ്റ്റ് ആണോ ദുരന്തർ 2 ആണോ നിനക്ക് ഇഷ്ടപ്പെട്ടത്? ദുരന്തർ ഫസ്റ്റ് ആണല്ലേ? സിമ്പിൾ ആണ്, ഒരു ഡൗട്ടും ഇല്ല. ഈ സിനിമ നിനക്ക് ഇഷ്ടപ്പെട്ടോ? അത് നമുക്ക് പിന്നീട് പറയാം. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് നമ്മൾ പറയുന്നതായിരിക്കും. എന്തായാലും 4 മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ. കുറച്ച് ലേറ്റ് ആയിട്ടാണ് സിനിമ തുടങ്ങിയത്. ഇവിടെ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ഓൾറെഡി 5 മണിക്ക് ഷോ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് നമ്മുടെ ഇവിടെയൊക്കെ 5:30 ആയിരുന്നു. 5:30ക്കും ഇതിന്റെ ലൈസൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. 5:45 കഴിഞ്ഞപ്പോഴാണ് ലൈസൻസ് കിട്ടിയത്, ഷോ തുടങ്ങിയത്. അപ്പത്തേക്ക് സബ്ടൈറ്റിൽസ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3:45 തുടങ്ങിയത്. യെസ്. എന്തായാലും കുറെ നേരം ഇരുന്നതുകൊണ്ടാണ് തോന്നുന്നു തലവേദന എടുക്കുന്നത്. അതുണ്ടാവും. പിന്നെ 4 മണിക്കൂർ കണ്ടിന്യൂസ് അല്ലേ? അതെ. പിന്നെ ഫുൾ ബഹളോ. സിനിമയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് ഹാഫ് ഒരു ഗംഭീര ഫസ്റ്റ് ഹാഫ്, തീയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചു ഇത് ദുരന്തർ ഫസ്റ്റ് ഇല്ലേ, അതിനേക്കാളും മുകളിൽ പോകും എന്നുള്ളതാണ് പ്രതീക്ഷ. പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. അതായത് സെക്കൻഡ് ഹാഫിലേക്കാണ് ഈ സിനിമ ഇതിനേക്കാളും ഭീകരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ല. അവൻ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. അത് ചെയ്തു വെച്ചിട്ടുള്ള എന്താന്ന് ഞങ്ങൾ കണ്ടു. അത് പറയാം, അതിലേക്ക് വരുന്നുണ്ട്. അല്ല, ഈ ഫസ്റ്റ് ഹാഫ് കണ്ടതിന്റെ ത്രില്ലില് സെക്കൻഡ് ഹാഫ് കാണാൻ അങ്ങനെ കട്ടയ്ക്ക് വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം സംഭവിച്ചത് വേറെ പല കാര്യങ്ങളുമാണ്. അതിനെ ഞങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവിടുന്ന് മുതല് ഞങ്ങൾക്ക് സിനിമ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞങ്ങൾക്ക് എന്ത് കണ്ടാലും ബാക്കിയൊക്കെ എല്ലാം കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. അതായത് നമ്മള് ഈ ഒരു രീതിയിലുള്ള സിനിമകൾ നമ്മൾ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, അതായത് പ്രൊപ്പഗണ്ട മൂവി അല്ലെങ്കിൽ ഒരു ടീമിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ചെയ്യുന്ന സാധനം നമുക്ക് താല്പര്യമില്ലാത്തതാണ്. ലാസ്റ്റ് ശരിക്കും മൂടി വന്നിട്ട് എല്ലാരും എനിക്ക് വോട്ടും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അതോടെ തൃപ്തിയായി, സന്തോഷമായാണ്. ഇത് ഈ ഹാഫ് ടൈം വരെ നമ്മൾ കണ്ടുവച്ച ആ വൈബ് ഉണ്ടല്ലോ, ആ ഒരൊറ്റ പോയിന്റിൽ അങ്ങ് തീർന്നു. അതെന്താണെന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ സിനിമ കാണാൻ പോയിരിക്കുന്ന ആൾക്കാർക്ക് അതിന്റേതായ ഇതുണ്ടാവും. അതിനുശേഷം അത് പറയണം, നോട്ട് നിരോധനം, അതിനെ ഇങ്ങനെയും വെളുപ്പിക്കുക എന്ന് പറഞ്ഞാണല്ലോ, അത് ഭീകര ലെവലില്. അത് പിന്നെ പാകിസ്ഥാന്റെയും അതായത് ഈ രാജ്യസ്നേഹത്തിന്റെ കാര്യത്തിലേക്കാണ് കുത്തിക്കയറ്റി കഴിഞ്ഞാലേ സേഫ് ആണല്ലോ. ചെയ്ത തെണ്ടിത്തരൊക്കെ പിന്നെ അങ്ങ് മറന്നു പോകുമല്ലോ മറ്റൊരു രാജ്യത്തിന്റെ തലയിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാല്. പിന്നെ അതൊക്കെ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുവരെ കിട്ടിയായിരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഗൂസ് ബമ്പ് കിട്ടുന്ന സാധനങ്ങളുണ്ടോ ഈ സാധനങ്ങളുടെ എല്ലാ എഫക്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം കൊണ്ട് ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ നമ്മുടെ മാതൃരാജ്യത്തോട് തോന്നുന്ന കുറെ സാധനങ്ങളൊക്കെ തോന്നും. ഇതൊക്കെ നമുക്ക് കോമഡി ആയിട്ടാ തോന്നുന്നത്. കാരണം അതായത് ഇതൊക്കെ പിന്നീട് അങ്ങോട്ട് പറയുന്നതിനകത്തൊക്കെ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഈ സാധനം വരുന്നതെന്നേ. പ്രൊപ്പഗണ്ടതിലില്ലാന്നല്ല, അതിന്റേതായ ലെവലില് ആ രീതിയിൽ ഒരുക്കിണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അതിനെ കുറച്ചൊക്കെ നമുക്ക് ആ ഒരു നമ്മളെ ഫസ്റ്റ് അല്ലേ അതിലുണ്ടല്ലോ മറ്റേ മുംബൈ, അതെ, ആ സമയത്ത് വരുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു സാധനല്ലേ നമ്മള് പറയും ചെയ്തതാ. ആ സമയത്ത് ആളുടെ ഫേസിലുള്ള ആ സംഭവം ഉണ്ടല്ലോ, അത് പുറത്ത് കിട്ടിന്നുള്ള ആ രാജ്യത്തിനുള്ള സ്നേഹം ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ ആണ് എന്നുള്ളതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ. ഈ ഒരു സാധനം ഇതിനകത്തും ഉണ്ട്. പക്ഷെ അത് നമുക്ക് അതേപോലെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു, ഇതിന്റെ ആ ഒരു സീൻ കഴിഞ്ഞപ്പോ ഞാൻ അവനോട് ചോദിച്ചൊരു കാര്യം, പ്രൊപ്പഗണ്ട മൂവി കാണാനാണോ നമ്മൾ വന്നിരുന്നതെന്ന്. അതും കുറച്ചൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും നമ്മളത് സിനിമയായിട്ട് തന്നെ എടുക്കുമായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്രയും ഭീകര ലെവലില് അതാ പറഞ്ഞ, സ്വാഭാവികമായിട്ട് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഫസ്റ്റിലും ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ളത്. പക്ഷെ അത് നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. ഇത് ഇത്ര ഓപ്പൺ ആയിട്ട് അത് ഇത്ര ഇങ്ങനത്തോടെ അത് അവർ അതിനകത്ത് ചെയ്തിരിക്കുന്നതെന്നാണ് ആ ഒരു ഇഷ്യൂവിനെ എന്ത് സിമ്പിൾ ആയിട്ട് അവരത് സാധനം ചെയ്ത് വെച്ചിട്ട് പോയിക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരാണ്, സത്യമായിട്ട് പറയാ. ഇപ്പൊ പ്രൊപ്പഗണ്ട എന്നുള്ള രീതിയിലും കൂടിയും ആണെങ്കിൽ അത് ആ രീതിയിൽ എടുത്തു നോക്കിയാലും
സേഫ് ആണ്. അതായത് നാഷണൽ അവാർഡ് ഉറപ്പായിട്ടും രൺവീർ സിംഗ് തൂക്കും. അത് ദുരന്തർ ഫസ്റ്റിനേക്കാളും ഗംഭീര പെർഫോമൻസ് ആണ്. അതായത് ദുരന്തർ ഫസ്റ്റില് ഇല്ലാത്ത കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആളുടെ പെർഫോമൻസ് ഉണ്ടല്ലോ പീക്ക് സാധനം. ഈ ദുരന്തർ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാലേ അതിൽ ഓരോരുത്തരുടെ പേരും നമുക്ക് കൂടുതലായിട്ട് പറയാൻ തോന്നും. അക്ഷയ് ഖന്നയൊക്കെ അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഇതിൽ ആരെടുത്ത് നോക്കിയാലും ആദ്യം രൺവീർ സിംഗ് തന്നെ. രൺവീർ സിംഗ് പിന്നെ മാധവന്റെ അത് എനിക്ക് മാധവന്റെ ഓരോ സമയത്തും ചിരിയും ആ ഒരു സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാരും ഗംഭീരാണ്. പക്ഷെ രൺവീർ സിംഗ് പൂന്തുവിടാടിയിരിക്കുകയാണ്. അത് ഇമോഷൻസ് ആയതുകൊണ്ടാലും ഏത് രീതിയിലും ഇമോഷൻ സാധനം എമ്മാരി പിടുത്തം പിടിച്ചേക്കണേ. അത് ഞാൻ ഞെട്ടിപ്പോയി. ഒരു നാട്ടം തന്നെ കേട്ടോ. ഓരോ മൊമെന്റിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും എന്താണ് ഇയാള് കാണിക്കണം അല്ലെങ്കിൽ ഫേസിൽ വരുന്ന സംഭവം എന്ന്. പിന്നെ അതുപോലെ തന്നെ നായികന്റെ അങ്ങ് കുറച്ചിട്ടുണ്ട് പ്രാധാന്യം. നൈസായിട്ട് കൈകാര്യം ചെയ്തു. അതെ, ഒരു രീതിയിൽ അങ്ങ് എത്തിച്ചു എന്ന് പറയാം. പക്ഷെ ഇതിനകത്ത് ഏറ്റവും പിന്നെ പറയേണ്ടത് എന്താ അറിയോ, കുറച്ച് ബ്ലാസ്റ്റിങ് സംഭവങ്ങളൊക്കെ അതിന്റെ എഫക്റ്റ് അത് കാണിക്കുന്ന രീതിയില് അത് കാണിക്കുന്നത് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ സാധനം പൊട്ടണുണ്ടല്ലോ, അമ്മാരി എഫക്റ്റാ. പിന്നെ വേറെ കാര്യമുണ്ട്. അതായത് നമുക്കിപ്പോ ശരിക്കും ബാഹുബലിയിലെ കുറച്ചെങ്കിലും ഇത് അതിന്റെ ബാക്കിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. അതെ. വേറെ ഒന്നും രണ്ടാം ഭാഗത്തിന് നമുക്ക് KGF പോലും രണ്ടാം ഭാഗത്തിന്റെ ഒരു എഫക്ട് ഉണ്ടായിരുന്നു. മറ്റൊരു സിനിമ പോലെയായിരുന്നു ഇത്. ബാഹുബലിക്കും അപ്പുറം. അതായത് പക്ക ഒരു അതായത് ഫസ്റ്റ് ദുരന്തറില്ലേ അന്ന് നമ്മൾ തുടക്കം കണ്ട് ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണല്ലോ, ഒരു 3-4 മാസമല്ലേ, ഡിസംബറിലായിരുന്നു. അതിനുശേഷം ഇത്ര മാസം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ പോലും നമ്മള് അന്ന് ഇരുന്ന് കണ്ട് ഇതിന്റെ ബാക്കി കണ്ട് ഇപ്പൊ ഇതില് കംപ്ലീറ്റ് ചെയ്ത പോലെ തോന്നുന്നു. അത് പിന്നെ ആ ഒരു എപ്പിസോഡുകളുണ്ടല്ലോ, അതായത് അധ്യായങ്ങൾ ഇങ്ങനെ മാറി മാറി അതാണെങ്കിൽ പോലും അങ്ങനെ പോണത് ഒരു ഭയങ്കര വൈബ് പോക്കാട്ടോ പോണേ. ഇതിനകത്ത് ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഉദ്ദേശം, അതായത് അതും അവരെന്തുകൊണ്ട് ഈ സമയത്ത് ഇത് റിലീസ് ചെയ്തു, എന്തുകൊണ്ട് മാറ്റി വെക്കാതെ ഈ എല്ലാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇത് എന്തുകൊണ്ട് മാറ്റി വെച്ചില്ല, എന്തുകൊണ്ട് ഇത് റിലീസ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഈ സിനിമ തന്നെ പറയുന്നുണ്ട്. പല സമയങ്ങളിലും പല അതായത് ഫസ്റ്റ് ഹാഫിൽ ഒന്നുമില്ല, സെക്കൻഡ് ഹാഫിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ല, ന്യൂ ഇന്ത്യ എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ പണ്ടത്തെ ഇന്ത്യ ഒന്നും ഇതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. പണ്ടത്തെ എല്ലാവരും അനുവദിച്ചു കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. ഡയലോഗില് പറയണ്ട്. പിന്നെ ഫസ്റ്റത്തെ വേറെ കാര്യമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്ന്. ഫസ്റ്റ് ഹാഫിൽ ഒരു സംഭവം ഒരു സംഭവം ഉണ്ട്, അതൊന്ന് എന്തായാലും എല്ലാം എന്തുകൊണ്ട് നോക്കിയാലും അതായത് നമ്മള് ഇനി അതിലേക്ക് വന്ന് കുറച്ചും കൂടുതൽ നോക്കി കഴിഞ്ഞാൽ അതാണ് കുറേ സാധനങ്ങള് അങ്ങനത്തെ സംഭവങ്ങൾ വന്നിട്ട്. പിന്നെ അതിൽ ഒരുപാട് സർപ്രൈസ് എലമെന്റ്സ് ഉണ്ട്, അത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില കഥാപാത്രങ്ങൾ പുതിയ രീതിയിലേക്ക് മാറുന്നുണ്ട്, അത് ഗംഭീരായിട്ടുണ്ട്. ടെസ്റ്റുകള് പിന്നെ ഒരുപാടുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. യാമി ഗൗതാണ് ഇതിലൊരു സർപ്രൈസ് ആയിട്ട് മറ്റൊരു ഗസ്റ്റ് പോലെ വന്നില്ലേ, കാമ്യ പോലെ. വേറെ ഗസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് ഞെട്ടുക. അത് ശരിക്കും ഞെട്ടിട്ടോ. അതാ അങ്ങനത്തെ കുറെ ഞെട്ടാനുള്ള ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കെട്ടുകഥകളും അങ്ങനെ ആക്കി തീർത്താണെങ്കിൽ അതിനൊരു രസമുണ്ട്. അവിടെ കൊണ്ടുപോയി അതൊക്കെ അങ്ങനെ ആക്കുമ്പോ രസമുണ്ട് എന്നില്ല. അതിനൊക്കെ നമ്മൾ ആ രീതിയിൽ എടുക്കും ഇതിനകത്ത്. ഇത് അതാ പറയാ ആ ഒരു അതായത് അത് വരെ ആ സിനിമയ്ക്ക് നമുക്ക് അല്ലെങ്കിൽ ഈ കണ്ടോണ്ടിരിക്കുന്ന സിനിമയ്ക്ക് നമുക്ക് ഒന്നും തോന്നിയിട്ടില്ല. ഈ ഒരു സംഭവം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞു ആളിയ ഇതാണ് സാധനം വരാൻ പോകുന്നത്. സെയിം ആ സാധനം തന്നെയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് ഈ ചെയ്യുന്നതൊക്കെ ഇവർ ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ. പിന്നെ മാത്രമല്ല മാസൊക്കെ കൂട്ടാൻ കുറച്ചും കൂടി റിയലിസ്റ്റിക്കിൽ നിന്ന് കുറച്ചും കൂടി മാറിയിട്ട് പിന്നെ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, നായകൻ അങ്ങനെ ആവുള്ളൂ, അങ്ങനത്തെ ലെവലിലേക്ക് പോയില്ലേ കാര്യങ്ങൾ. അത് പിന്നെ എന്തായാലും ഒരു ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോ ആ ഒരു നായകന് കുറച്ച് വലിപ്പം വെക്കാനും വല്ല വലിപ്പം കാണിക്കാനൊക്കെ ഇത് വേണം. ഇതൊക്കെ നമ്മൾ സഹിക്കുമെങ്കിലും മറ്റു സാധനം നമ്മൾ സഹിക്കൂല. എന്തായാലും ഞങ്ങള് നിരാശരാണ്, ഒരു സംശയമല്ല. എന്നാ ശരി, ബൈ.